അധ്യായം 22. ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അദുല്ലാം ഗുഹയിലെത്തി. അവന്റെ സഹോദരന്മാരും കുടുംബം മുഴുവനും ഇതറിഞ്ഞ് അവിടെ ചെന്നു. പീഡിതർ, കടമുള്ളവർ, അസന്തുഷ്ടർ എന്നിങ്ങനെ പലരും അവന്റെ ചുറ്റും കൂടി. അവൻ അവരുടെ എല്ലാം തലവനായി. 400ഓളം പേർ അവനോടുകൂടെ അവിടെ ഉണ്ടായിരുന്നു. ദാവീദ് അവിടെ നിന്ന് മൊവാബിലുള്ള മിസ്പയിലെത്തി മൊവാബ് രാജാവിനോട് അപേക്ഷിച്ചു. ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുന്നതുവരെ എന്റെ മാതാപിതാക്കന്മാർ അങ്ങയോട് കൂടെ താമസിക്കാൻ അനുവദിക്കണം. അവരെ അവൻ മൊവാബ് രാജാവിന്റെ അടുത്താക്കി. ദാവീദ് രക്ഷാസങ്കേതത്തിലായിരുന്ന കാലം അത്രയും അവർ അവിടെ താമസിച്ചു. പ്രവാചകനായ ഗാദ് ദാവീദിനോട് പറഞ്ഞു, സങ്കേതത്തിൽ ഒളിച്ചിരുന്നത് മതി, യൂദാദേശത്തേക്ക് പോവുക. അതനുസരിച്ച് ദാവീദ് ഹേരത്ത് വനത്തിലേക്ക് പോയി. ദാവീദിനെയും കൂട്ടാളികളെയും കണ്ടെത്തിയെന്ന് സാവൂൾ അറിഞ്ഞു. അവൻ കുന്തവുമായി ഗിബെയായിലെ കുന്നിൻ മുകളിലുള്ള പിച്ചുലമരത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. ഭൃത്യന്മാർ ചുറ്റും നിന്നിരുന്നു. സാവൂൾ ചുറ്റും നിന്നിരുന്ന ഭൃത്യന്മാരോട് പറഞ്ഞു, ബെഞ്ചമിൻ ഗോത്രജരെ, കേൾക്കുവിൻ. ജസ്സയുടെ മകൻ നിങ്ങൾക്ക് നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തരുമോ? നിങ്ങളെ സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമാക്കുമോ? നിങ്ങൾ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയില്ലേ? ജസ്സയുടെ മകനുമായി എന്റെ പുത്രൻ സഖ്യമുണ്ടാക്കിയപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല. അവൻ എന്റെ ദാസനായ ദാവീദിനെ എനിക്കെതിരായി തിരിച്ചുവിടുകയും പതിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങളിൽ ഒരുവൻ പോലും എന്നോട് പറയുകയോ എന്നോട് സഹതപിക്കുകയോ ചെയ്തില്ല. അപ്പോൾ സാവൂളിന്റെ ഭൃത്യന്മാരുടെ അടുത്തു നിന്നിരുന്ന ഏദോമ്യനായ ദോയഗ് പറഞ്ഞു, ജസ്സയുടെ മകനെ ഞാൻ കണ്ടു. നോബിൽ വെച്ച് അഹിത്തൂബിന്റെ പുത്രൻ അഹിമലേക്കിന്റെ അടുക്കലേക്ക് അവൻ വരികയായിരുന്നു. അഹിമലേഖ് അവന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന് ഭക്ഷണവും ഫിലിസ്തീനായ ഗോലിയാത്തിന്റെ വാളും കൊടുത്തു. രാജാവ് അഹിത്തൂബിന്റെ മകനും പുരോഹിതനുമായ അഹിമലേക്കിനെയും അവന്റെ പിതൃഭവനത്തിലുള്ള എല്ലാവരെയും, നോബിലുള്ള എല്ലാ പുരോഹിതന്മാരെയും ആളയച്ചു വരുത്തി. സാവൂൾ പറഞ്ഞു, അഹിത്തൂബിന്റെ പുത്ര, കേൾക്കുക. പ്രഭു, സംസാരിച്ചാലോ? അവൻ പ്രതിവചിച്ചു. സാവൂൾ ചോദിച്ചു, നീയും ജസ്സയുടെ മകനും കൂടി എനിക്കെതിരായി എന്തിനു ഗൂഢാലോചന നടത്തി? നീ അവന് അപ്പവും വാളും കൊടുക്കുകയും അവനു വേണ്ടി കർത്താവിന്റെ ഹിതം ആരായുകയും ചെയ്തില്ലേ? അതുകൊണ്ടല്ലേ അവൻ ഇന്നും എനിക്കെതിരായി പ്രവർത്തിക്കുന്നത്? അഹിമലേക്ക് പറഞ്ഞു, അങ്ങയുടെ സേവകന്മാരിൽ ദാവീദിനോളം വിശ്വസ്തനായി വേറെ ആരുണ്ട്? അവൻ അങ്ങയുടെ മരുമകനും അംഗരക്ഷകരുടെ അധിപനും അങ്ങയുടെ ഭവനത്തിൽ ആദരിക്കപ്പെടുന്നവനുമല്ലേ? അവനുവേണ്ടി ദൈവത്തോട് ആരായുന്നത് ആദ്യമല്ല. രാജാവ് ഈ ദാസന്റെയോ പിതൃഭവനത്തിന്റെയോ മേൽ കുറ്റം ആരോപിക്കരുതേ. ഈ ദാസൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. രാജാവ് പറഞ്ഞു, അഹിമലേ, നീയും നിന്റെ കുടുംബവും മരിക്കണം. രാജാവ് അടുത്തുനിന്ന അംഗരക്ഷകനോട് ആജ്ഞാപിച്ചു, കർത്താവിന്റെ ആ പുരോഹിതന്മാരെ കൊന്നുകളയുക. അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു. അവൻ ഒളിച്ചോടിയത് അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ല. എന്നാൽ കർത്താവിന്റെ പുരോഹിതന്മാരുടെ മേൽ കൈവയ്ക്കാൻ രാജഭൃത്യന്മാർ തയ്യാറായില്ല. അപ്പോൾ രാജാവ് ദോയഗിനോട് കൽപ്പിച്ചു, നീ ആ പുരോഹിതരെ കൊല്ലുക. ഏദോമ്യനായ ദോയഗ് അത് ചെയ്തു. ചണനൂൽ കൊണ്ടുള്ള എഫോദ് ധരിച്ച 85 പേരെ അന്ന് അവൻ വധിച്ചു. ആ പുരോഹിതന്മാരുടെ നഗരമായ നോബ് അവൻ നശിപ്പിച്ചു. പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, ശിശുക്കൾ, കഴുതകൾ, ആടുമാടുകൾ എന്നിങ്ങനെ എല്ലാറ്റിനെയും വാളിനിരയാക്കി. എന്നാൽ അഹിത്തൂബിന്റെ മകൻ അഹിമലേക്കിന്റെ പുത്രന്മാരിൽ ഒരുവനായ അബിയാഥർ രക്ഷപ്പെട്ട് ഓടി ദാവീദിന്റെ അടുത്തെത്തി. കർത്താവിന്റെ പുരോഹിതന്മാരെ സാവൂൾ വധിച്ച വിവരം അവൻ അറിയിച്ചു. ദാവീദ് അബിയാഥറിനോട് പറഞ്ഞു, ഏദോമ്യനായ ദോയേഗ് അവിടെ ഉണ്ടായിരുന്നതിനാൽ അവൻ തീർച്ചയായും സാവൂളിനോട് പറയുമെന്ന് അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. നിന്റെ പിതൃഭവനത്തിൽ എല്ലാവരും മരിക്കുന്നതിന് ഞാൻ കാരണമായി. ഭയപ്പെടേണ്ട, എന്നോട് കൂടെ താമസിക്കുക. എന്റെ ജീവൻ അപഹരിക്കാൻ നോക്കുന്നവർ നിന്റെയും ജീവൻ അന്വേഷിക്കുന്നു. എന്റെ അടുക്കൽ നീ സുരക്ഷിതനായിരിക്കും.